ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിക്കുന്നത് 40 സെന്റൻസുകളാണ് അല്ലെ. ഡെയിലി 40 സെന്റൻസുകൾ, അതിൽ വരുന്ന ഗ്രാമർ, എക്സ്പ്ലനേഷൻ എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇതിൽ നിങ്ങൾക്ക് സെന്റൻസ് മാത്രം പഠിച്ചു പോകുന്നവർ സെന്റൻസ് മാത്രം പഠിച്ചു പോവുക. അല്ല, ഗ്രാമർ അറിയണം, എക്സ്പ്ലനേഷൻ അറിയണം, എന്തുകൊണ്ട് വന്നു എന്ന് അറിയണം എന്നുള്ളവർ അത് കണ്ടിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് തെറ്റാതെ ഹിന്ദി പറയണം. അതിന് വേണ്ടിയിട്ടാണ് രണ്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെന്റൻസുകളും വരും, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷനും വരും. നമുക്ക് നോക്കാം. ജैसे ही वो आएगा मैं निकल जाऊंगा. जैसे ही, ठीक है, जैसे ही वो आएगा मैं निकल जाऊंगा എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ വന്നാലുടനെ ഞാൻ പോകും. ഓക്കെ, ജैसे ही वो आएगा, ഇവിടെ നോക്കുക, അവനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മെയിലാണ്. ഓക്കെ, സെന്റൻസ് നോക്കുക. और मैं निकल जाऊंगा, അവിടെയും മെയിലാണ് അല്ലെ. അപ്പൊ जैसे ही वो आएगा मैं निकल जाऊंगा. തൊട്ട് താഴെ നോക്ക്, जैसे ही वो आएगी, वो आएगी, जैसे ही वो आएगी मैं निकल जाऊंगा. അതാരാ പറയുന്നത്? ഒരു മെയിൽ പറയാണ്. ഇപ്പൊ ഞാൻ പറയാണ് जैसे वो आएगी, അവൾ വന്ന ഉടനെ मैं निकल जाऊंगा. ഓക്കെ, തേർഡ് സെന്റൻസ് നോക്ക്. जैसे ही वो आएगी, जैसे ही वो आएगी मैं निकल जाऊंगी. അതാരാ പറഞ്ഞത്? ഒരു സ്ത്രീയാണ് പറഞ്ഞത്, ഒരു സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആദ്യത്തേല് ഒരു പുരുഷനെ കുറിച്ച് പറയുന്നു. രണ്ടാമത്തേല് ഒരു സ്ത്രീ ഒരു പുരുഷനെ കുറിച്ച് പറയുന്നു. മൂന്നാമത്തേല് ഒരു സ്ത്രീ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നു അല്ലെ. അപ്പോ ജैसे ही वो आएगा मैं निकल जाऊंगा, അവൻ വന്നവിടെ ഞാൻ പോകും എന്ന് പറയുന്നത്, അതൊരു മെയിൽ പറയുന്നത്. ഒരു ലേഡി പറയുമ്പോൾ जैसे वो आएगी मैं निकल जाऊंगा. ओके, मैं निकल जाऊंगी, जैसे वो आएगी मैं निकल जाऊंगी. नहीं तो जैसे वो आएगी मैं निकल जाऊंगा. ഈ തേർഡ് 3 സെന്റൻസും നിങ്ങൾ നോക്കുക. ഓക്കെ, നോക്കാം. जैसे ही वो आएगी मैं निकल जाऊंगा എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ വന്നാലുടനെ, അവളാണ് അവിടെ വന്നത്. ഓക്കെ, जैसे ही वो आएगी, അവൾ വന്നാലുടനെ അല്ലെങ്കിൽ വന്ന ഉടനെ मैं निकल जाऊंगा, ഞാൻ പോകും. मैं निकल जाऊंगा. ഓക്കെ, അടുത്ത നോക്കാം സെന്റൻസ്. जैसे ही वो आएगी मैं निकल जाऊंगी, അവൾ വന്നാലുടനെ ഞാൻ പോകും. ഇതാരാ പറയുന്നത്? ഫീമെയിൽ ആണ് പറയുന്നത്. അപ്പൊ ഈ 3 സെന്റൻസ് 3 വ്യത്യാസമുണ്ട് അല്ലെ. ആണോടാണ് പറയുന്നെങ്കിൽ ആയിഗി എന്ന് വന്നു, ഏകി വന്നു. ആ പെണ്ണാണെങ്കിൽ ആണാണെങ്കിൽ ഏകാന്ന് വന്നു, പെണ്ണാണെങ്കിൽ ഏകി വന്നു. ഓക്കെ, നോക്കാം. जैसे ही मैं तुझे कॉल करूं तू निकल जाना. ഓക്കെ, जैसे ही ഞാൻ നിന്നെ വിളിച്ചാൽ ഉടനെ. ഓക്കെ, जैसे ही मैं तुझे कॉल करूं तू निकल जाना. ഓക്കെ, जैसे ही ഞാൻ ഫോണിൽ പറയണ യാർ, जैसे ही मैं तुझे कॉल करूं तू निकल जाना, ഞാൻ കോൾ ചെയ്താൽ നീ പോയിക്കോ. ഓക്കെ, നീ ഇറങ്ങിക്കോ എന്നാണ് അർത്ഥം. തുമേ വന്നാലോ, തുമേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് അർത്ഥം. അപ്പൊ ജैसे ही मैं तुम्हें कॉल करूं, ഞാൻ നിങ്ങളെ വിളിച്ചാൽ ഉടനെ जैसे ही मैं तुम्हें कॉल करूं. ഓക്കെ, ഞാൻ നിങ്ങളെ വിളിച്ച ഉടനെ തും നിക്കൽ ജാന, തും നിക്കൽ ജാന. അവിടെ തും വന്നു, നിങ്ങൾ വന്നു. ആപ്പാണെങ്കിലോ जैसे ही मैं आपको कॉल करूं. ഓക്കെ, ഞാൻ താങ്കളെ വിളിച്ച ഉടനെ ആപ് നിക്കൽ ജായിയേ എന്ന് പറയാം. ആപ് നിക്കൽ ജായിയേ, താങ്കൾ ഇറങ്ങിക്കോ. കുറച്ച് റെസ്പെക്ട് വേണ്ടി നിക്കൽ ജാന എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, ബട്ട് ആപ് നിക്കൽ ജായിയേ എന്ന് പറയുക. ഓക്കെ, വേബിനിയായ, അടുത്തെന്താണ്? ഇത് നമ്മൾ കഴിഞ്ഞു. അടുത്തത് വേബിനിയായ, അവനും വന്നില്ല. വോബിനിയായ എന്നാണ്, വേബിനിയായ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ എങ്ങനെ പറയും? വോബിനിയായി, അവളും വന്നില്ല. വോബിനിയായി, അവനും വന്നില്ല, അവളും വന്നില്ല. ടീക്കേ, നോക്കാം. അടുത്തത് मैं भी नहीं गया, वो भी नहीं गया. ഓക്കെ, ഞാനും പോയില്ല, അവനും പോയില്ല. मैं भी नहीं गया, वो भी नहीं गया. ഇതാരാ പറയുന്നത്? मैं भी नहीं गया എന്ന് പറയുന്നത് ഞാനാണ്. അപ്പൊ ഞാനാ പറയുന്നത്. ഓക്കെ, मैं भी नहीं गया, वो भी नहीं गया. അവനും പോയില്ല. അവൻ ആ വോ എന്ന് പറഞ്ഞത് അവിടെ ഗയ വന്നു, വോ ഗയ അല്ലെ. വോ വന്നു, ഗയ വന്നു. അപ്പൊ ആ മെയിലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, मैं भी नहीं गया, वो भी नहीं गया. ഞാനും പോയില്ല, അവനും പോയില്ല. ഇപ്പോൾ നമുക്ക് ഒരു സ്ത്രീയെ കുറിച്ച് പറയണം. ഓക്കെ, ഞാനും പോയില്ല. നമുക്ക് അടുത്ത സെന്റൻസ് വളരെ വ്യക്തമാക്കി പറഞ്ഞുതരാം. ഇത് നമുക്ക് വേറെ രീതിയിൽ പറയാം. मैं भी नहीं गया, वो भी, അങ്ങനെ പറഞ്ഞാലും മതി. ഞാൻ मैं भी नहीं गया, वो भी അത്ര പറഞ്ഞ് നിർത്താം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ मैं भी नहीं गया, वो भी नहीं गया, ഞാനും പോയില്ല, അവനും പോയില്ല. मैं भी नहीं गई, ഇതൊരു ഫീമെയിൽ പറയാണ്. ശ്രദ്ധിക്കുക, എഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ मैं भी नहीं गई, वो भी नहीं गई, ഞാനും പോയില്ല, അവളും പോയില്ല. ഓക്കെ, ഞാനും പോയില്ല, അവളും പോയില്ല. അതൊരു ഫീമെയിൽ പറയാണ്. मैं भी नहीं गई, वो भी नहीं गई. ठीक है, തൊട്ട് മുമ്പ് എന്തായിരുന്നു? मैं भी नहीं गया, वो भी नहीं गया, ഞാനും പോയില്ല, അവനും പോയില്ല. मैं भी नहीं गई, वो भी नहीं गई,
ഞാനും പോയില്ല, അവളും പോയില്ല. ഓക്കെ, അപ്പത്തെ സെന്റൻസുകൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, നോക്കാം നമുക്ക് അടുത്തത്. മേബി നീ ഗയാ വോബി നീ ഗയി. ഇതാരാ പറയുന്നത്? ഒരു മെയിലാ പറയുന്നത്. ഇപ്പൊ ഞാനാ പറയുന്നത്. ഞാൻ പറയുകയാണ് ഞാനും പോയില്ല അവളും പോയില്ല എന്ന് പറയണം. എങ്ങനെ പറയും? മേബി നീ ഗയാ വോബി നീ ഗയി. ഓക്കെ, ഇവിടെ ആ വന്നു, അവിടെ ഈ വന്നു. ക്ലിയർ? അങ്ങനെയാണ് സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മേബി നീ ഗയാ വോബി നീ ഗയി, ഞാനും പോയില്ല അവളും പോയി. ഓക്കെ, അപ്പൊ ഈ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അവനും ഞാനും എന്നിരുന്നാലും എന്നൊക്കെ പറയാൻ നമുക്ക് ബി എന്നാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, മേബി നെഹി ഗയി വോബി നെഹി ഗയ. ഇതൊരു സ്ത്രീ പറയാണ്, ഞാനും പോയില്ല അവനും പോയില്ല. എങ്ങനെ പറയും? മേബി നെഹി ഗയി വോബി നെഹി ഗയ. അതാരാ പറയുന്നത്? സ്ത്രീ പറയുകയാണ്, അവനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അവനും വന്നില്ല അവനും പോയില്ല എന്ന് പറയാൻ വേണ്ടിട്ട് നമുക്ക് ഇതേ സാധ്യത തന്നെ നമുക്ക് ആയ വെച്ച് നിങ്ങൾ തുടങ്ങിക്കോ. മേബി നീ ആയ വോബി നീ ആയ, ഞാനും വന്നില്ല അവനും വന്നില്ല. വോബി നീ ആയി മേബി നീ ആയി. ടീക്കെ, അവളും വന്നില്ല ഞാനും വന്നില്ല. അതൊരു സ്ത്രീയാണ്. അപ്പോൾ ആയ ആ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഗയ വെച്ച് പറയാം. ഖായ മേബി നീ ഖായ വോബി നീ ഖായ, ഞാനും കഴിച്ചില്ല അവനും കഴിച്ചില്ല. മേബി നീ ഖായി വോബി നീ ഖായി, ഞാനും കഴിച്ചില്ല അവളും കഴിച്ചില്ല. ഓക്കെ, മേബി നീ ഖായ വോബി നീ ഖായ, ഞാനും കഴിച്ചില്ല അവനും കഴിച്ചില്ല. ഓക്കെ, അതിപ്പോൾ ഞാൻ പറയുമ്പോൾ സ്ത്രീ പറയുമ്പോൾ മേബി നീ ഖായി വോബി നീ ഖായി, ഞാനും കഴിച്ചില്ല അവളും കഴിച്ചില്ല. മേബി നീ ഖായി വോബി നീ ഖായ, ഞാനും കഴിച്ചില്ല അവനും കഴിച്ചില്ല. അപ്പോൾ ഇങ്ങനെയാണ് സെന്റൻസുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ മാത്രയിൽ നമ്മളിപ്പോൾ ഞാൻ മെയിനായതുകൊണ്ട് ഞാൻ മേബി നീ ഖായ എന്ന് പറയും, ഞാൻ കഴിച്ചില്ല എന്ന് പറയും. ഞാനും കഴിച്ചില്ല വോബി നീ ഖായ. അപ്പോൾ ഇങ്ങനെയാണ് സെന്റൻസുകൾ. ഓക്കെ, വ്യക്തമായി വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. मैं अभी भी तुम्हारा इंतजार कर रहा हूं. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, തുമാര ഇന്റസാർ എന്ന് പറഞ്ഞു. ഇന്റസാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ തുമാരി എന്ന് പറയരുത്. ഇവിടെ പെണ്ണോടാ പറയുന്നെങ്കിൽ തുമാരി ഇന്റസാർ എന്ന് പറയില്ല. എങ്ങനെ പറയും? തുമാര ഇന്റസാർ. അത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ മേ അബീബി, ഞാൻ ഇപ്പോഴും. ഓക്കെ, മേ അബീബി, അബീബി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അത് ഞാൻ താഴ്ത്തിരുന്നുണ്ട്. അപ്പൊ മേ അബീബി, ഇപ്പോഴും. തുമാര ഇന്റസാർ കർ റഹാ ഹൂം, ഇത് മെയിൽ പറയാണ്. മേ അബീബി തുമാര ഇന്റസാർ കർ റഹാ ഹൂം, ഇത് മെയിലാണ് പറയുന്നത്. ഒരു ഫീമെയിൽ പറയുമ്പോൾ എങ്ങനെ പറയും? മേ അബീബി തുമാര ഇന്റസാർ കർ റഹി ഹൂം. ഈ തുമാര ഇന്റസാറിന് ഒരു മാറ്റവും വരത്തില്ല. കാരണം എന്താണ്? ഇന്റസാർ ഒരു പുല്ലിംഗ ശബ്ദമാണ്. ഓക്കെ, അപ്പൊ തുമാര ഇന്റസാർ എന്ന് മാത്രമേ വരുള്ളൂ. മേ അബീബി തുമാര ഇന്റസാർ കർ റഹി ഹൂം എന്ന് പറയും ഒരു ഫീമെയിൽ പറയുമ്പോൾ. മെയിൽ പറയുമ്പോൾ മേ അബീബി തുമാര ഇന്റസാർ കർ റഹാ ഹൂം. ഈ തുമാര, ആ തുമ്മ് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഓക്കെ, ഞാനിപ്പോൾ മുന്നിലിരിക്കുന്നത് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, തുമാര ഇന്റസാറിന് മാറ്റമില്ല. ഓക്കെ, കർ റഹാഹും കർ റഹീഹും മാറും. അപ്പൊ മെയിലാണെങ്കിൽ കർ റഹാഹും എന്ന് പറയും, ഫീമെയിൽ ആണെങ്കിൽ കർ റഹീഹും എന്ന് പറയും. ക്ലിയർ? തുമാര ഇന്റസാറിന് മാറ്റം വരത്തില്ല. ഇന്റസാർ ഒരു പുല്ലിംഗ ശബ്ദമാണ്. ഇന്റസാർ കർണ, കാത്തിരിക്കുക. അബീബി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും. അപ്പൊ മേ അബീബി തുമാര ഇന്റസാർ കർ റഹാ ഹൂം. ഇപ്പൊ ഞാൻ പറയാണ് മേ അബീബി തുമാര ഇന്റസാർ കർ റഹാ ഹൂം, ഞാൻ എപ്പോഴും നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, കാത്തിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ടീക്കെ, മേ അബീബി തേര ഇന്റസാർ കർ റഹാ ഹൂം. തേര എന്ന് പറഞ്ഞാൽ നിന്നെ, തുമാര നിങ്ങളെ. ഓക്കെ, നിങ്ങളെ. അപ്പൊ മേ തുമാര തേര ഇന്റസാർ കർ റഹാ ഹൂം, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. ഞാൻ പറയുന്നു. ഒരു സ്ത്രീ പറയുമ്പോൾ മേ തേര ഇന്റസാർ കർ റഹി ഹൂം. തേര മാറില്ലല്ലോ, മാറണം. അതുപോലെ തന്നെയാണ് ആപ്ക, ആപ്ക എന്ന് പറയുന്നത്. ടീക്കെ, ആപ്ക ഇന്റസാർ തന്നെ പറഞ്ഞിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. സ്പോക്കൺ ഹിന്ദിയുടെ ഒരു ഓൺലൈൻ ക്ലാസ്. ഓക്കെ, അത് വലിയൊരു സക്സസ് ആയി എന്ന് തന്നെ പറയാം. കാരണം കുറേ ഓർഡർ വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, വലിയ ഹെവി എമൗണ്ട് ഒന്നുമല്ല, ചെറിയൊരു എമൗണ്ട് ആണ്. ആ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാം. 60 ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് പോസ് ചെയ്ത് നിങ്ങളിത് ഫുള്ള് വായിക്കുക. ഇൻഫർമേഷൻ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അത് ഫുള്ള് നിങ്ങൾ വീഡിയോ കാണുക, ഡെമോ വീഡിയോ കാണുക. ഹിന്ദി ലേണിംഗ് ഹബിൻ്റെ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ എമൗണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 50% ഓഫറാണ്, 2000 റുപ്പീസിൻ്റെ ആണ് അത് ആക്ച്വലി. ബട്ട് നമ്മൾ ആ 50% ഓഫർ തന്നെ അത് വെക്കും. ഓക്കെ, ഒന്നും പേടിക്കണ്ട. അപ്പോൾ 999 നിങ്ങൾക്ക്
ഹിന്ദി ക്ലാസ്സുകൾ പഠിക്കാം. 60 ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിൽ 40 ഗ്രാമറാണ്, ബേസിക്, ഫൗണ്ടേഷൻ. ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ നമുക്ക്? നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു ഉറപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നല്ലൊരു ഗ്രാമർ ക്ലാസ്സുകൾ, അതിനുശേഷം 20 സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ ക്ലാസ്സുകൾ. താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾ വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഫർമേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. താല്പര്യമുള്ളവർ വാങ്ങും. നമുക്ക് നോക്കാം. മേ അബീബി യഹാഹും എന്നുള്ളതാണ്, ഞാൻ ഇപ്പോഴും ഇവിടെയുണ്ട്. അബീബി ഇപ്പോഴും, മേ അബീബി യഹാഹും, മേ അബീബി യഹാഹും, ഇപ്പോഴും ഞാൻ ഇവിടെയുണ്ട്, ഇപ്പോഴും ഞാൻ ഇവിടെയുണ്ട്. ഓക്കെ, ഓ അബീബി നെഹി ആയ, ഓ അബീബി നെഹി ആയ എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോഴും ഇതുവരെ വന്നിട്ടില്ല. അബീതക് എന്ന് നമുക്ക് പറയാം. അബീതക്, അബ്തക്, അബീതക് ഇതുവരെ, ഇപ്പോഴും എന്ന് പറയാൻ നമുക്ക് ഈ അബീബി തന്നെ പറയാം. അപ്പൊ ഓ അബീബി നെഹി ആയ, അവൻ ഇപ്പോഴും വന്നിട്ടില്ല, അല്ലെങ്കിൽ എത്തിയിട്ടില്ല. അബീബി നെഹി പോഞ്ച എന്ന് പറയാം. ഓ അബീബി നെഹി പോഞ്ച, അവൻ ഇതുവരെ എത്തിയിട്ടില്ല. ഓ അബീബി നെഹി ആയ, അവൻ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, സ്ത്രീ വന്നിട്ടില്ല എന്ന് പറയണം. ഓക്കെ, ഒരു സ്ത്രീ വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ പറയണം, ഓ അബീബി നെഹി ആയി, അവൾ ഇതുവരെ വന്നിട്ടില്ല. ഓ അബീബി നെഹി ആയി, അവൾ ഇതുവരെ വന്നിട്ടില്ല. മേരി വൈഫ് അബീബി നെഹി ആയി, അവൾ ഇപ്പോഴും ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. ഓ അബീബി നെഹി ആയി, മേരി വൈഫ് അബീബി ഓഫീസ് നെഹി ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ എന്താണ്? വോ അബീബി നെഹി ആയി, അവൾ ഇപ്പോഴും വന്നിട്ടില്ല. നെക്സ്റ്റ്, വോ അബീതക് നെഹി ആയ, അബീബി ഞാൻ പറഞ്ഞു, അബീതക് എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. എങ്ങനെയാണ്? വോ അബീതക് നെഹി ആയ, അവൻ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, സ്ത്രീ ആണെങ്കിൽ वो अभी तक नहीं आई. ठीक है, मेरी वाइफ अभी तक नहीं आई, मेरी वाइफ ഓഫീസ് अभी तक नहीं आई. അവിടെ എൻ്റെ വൈഫ് ഇതുവരെ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോഴും ഇതുവരെ. അപ്പൊ അബീബി എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അബീതക് എന്ന് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. വോ അബീബി സോ രഹി ഹെ, എന്താണ്? അവൾ ഇപ്പോഴും ഉറങ്ങുകയാണ്. വോ അബീബി. ഓക്കെ, ഇത് അബീബി എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ സെന്റൻസുകൾ കൊണ്ടുവന്നത്. അപ്പൊ അബീബി, വോ അബീബി സോ രഹി ഹെ, വോ അബീബി ഖാ രഹി ഹെ, അവൾ ഇപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വോ അബീബി പഠ രഹി ഹെ, അവൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ठीक है, അപ്പോൾ വോ അബീബി ഫോൺ ബാത് കർ രഹി ഹെ, അവൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വോ അബീബി ബാത് കർ രഹി ഹെ, അവൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിലോ വോ അബീബി ബാത് കർ രഹാ ഹെ, അവൻ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? വോ അബീബി സോ രഹാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രഹാ ഹെ എന്ന് പറഞ്ഞു അവഹ്, അവനായി. ഓക്കെ, അപ്പൊ വ അബീബി സോ രഹാ ഹെ, അവൻ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വ അബീബി സോ രഹി ഹെ, അവൾ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വ അബീബി പഠ രഹാ ഹെ, അവൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വ അബീബി ബാത് കർ രഹാ ഹെ, അവൻ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വോ അബീബി ബാത് കർ രഹി ഹെ, അവൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സെന്റൻസ് വെച്ചാൽ നിങ്ങൾക്ക് എത്ര സെന്റൻസുകൾ ഉണ്ടാക്കാല്ലേ? അറിയണം. അപ്പൊ മുझे अभी तक മെസ്സേജ് नहीं आया, मुझे अभी तक മെസ്സേജ് नहीं आया, എനിക്ക് ഇതുവരെ മെസ്സേജ് വന്നില്ല. മുझे अभी तक മെസ്സേജ് नहीं आया എന്നാണ്, എനിക്ക് ഇതുവരെ മെസ്സേജ് ലഭിച്ചിട്ടില്ല, വന്നിട്ടില്ല എന്നാണ് അർത്ഥം. മുझे എനിക്ക്, अभी तक ഇതുവരെ, മെസ്സേജ് नहीं आया വന്നില്ല. ക്ലിയർ? वो मेरा ही नहीं तुम्हारा भी दोस्त है എന്നാണ്. എന്താണ് ഇവിടെ നോക്ക്, ഹി നെഹി അല്ലെങ്കിൽ ബി, നമ്മൾ നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന് പറയാറില്ല ഇംഗ്ലീഷിൽ, അതാണ് ഈ സംഭവം. ഓക്കെ, അപ്പൊ ഓ മേരാ ഹി നെഹി തുമാരാ ബി ദോസ്ത് ഹെ, അവൻ എൻ്റെ സുഹൃത്ത് മാത്രമല്ല നിങ്ങളുടെ സുഹൃത്ത് കൂടിയാണ്. ഓക്കെ, ഓ മേരാ ഹി നെഹി, എൻ്റെ മാത്രമല്ല, മേരാ ഹി നെഹി. ठीक है, തേരാ ഹി നെഹി, നിന്റേത് മാത്രമല്ല, തുമാരാ ഹി നെഹി, നിങ്ങളുടെ മാത്രമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ മേരാ ഹി നെഹി തുമാരാ ബി ദോസ്ത് ഹെ എന്നുള്ളതാണ്, അവൻ എൻ്റെ മാത്രമല്ല നിന്റെയും സുഹൃത്താണ് എന്നാണ് അർത്ഥം. ഹി നെഹി ബി, ആ ഹി നെഹി വന്നു, അവസാനം ബിയും വന്നു. അപ്പോൾ നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇത് സെന്റൻസുകൾ. അപ്പോൾ वो मेरा ही नहीं तुम्हारा भी दोस्त है. ठीक है, നോക്കാം. जब तक तुम बोलोगे मैं भी बोलूंगा എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സംസാരിക്കുന്നിടത്തോളം കാലം ഞാനും സംസാരിക്കും, നിങ്ങൾ സംസാരിക്കുന്നിടത്തോളം ഞാനും സംസാരിക്കും. ജബ് തക് തും ബോലോगे, തബ് തക് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ജബ് തക് തബ് തക് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അത്രത്തോളം എന്നാണ് അതിന്റെ അർത്ഥം. ജബ് തക് വെച്ചിട്ട് നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാം. അപ്പൊ ജബ് തക് തും ബോലോगे मैं भी बोलूंगा. ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്നിടത്തോളം ഞാനും സംസാരിക്കും. ഓക്കെ, ഇതൊരു സ്ത്രീ പറയുമ്പോൾ എങ്ങനെ പറയും? ജബ് തക് തും ബോലോगे
മേ ബി ബോലൂങ്കി, മേ ബി ബോലൂങ്കി എന്ന് പറയണം ഒരു സ്ത്രീ പറയുമ്പോൾ. ഓക്കെ, ഒരു മെയില് പറയുമ്പോൾ ജബ് തക് തും ബോലോगे മേ ബി ബോലൂങ്ക, മേ ബി ബോലൂങ്ക. ഞാനും എന്ന് പറയാൻ ബി എന്ന് ഉപയോഗിക്കും. ഓക്കെ, അബീബി പഠിച്ചു. അപ്പൊ ഈ ബി മാത്രം വന്നാൽ എന്താണ്? ഞാനും എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, മേ ബി തുമ്പി. ഓക്കെ, നിങ്ങളും, മേ ബി ഞാനും, ഹം ബി ഞങ്ങളും, വോ ബി അവനും, അല്ലെങ്കിൽ വോ ബി അവളും. ഓക്കെ, ഇങ്ങനെയാണ് ആ ബി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ജബ് തക് തും ബോലോगे തബ് തക് എന്ന് നമുക്ക് വേണം പറഞ്ഞിട്ട് സെന്റൻസ് ഉണ്ടാക്കാം. ജബ് തക് തും ബോലോगे തബ് തക് മേ ബി ബോലൂങ്ക. ഓക്കെ, ഞാനും പറയും. നെക്സ്റ്റ്, ചാഹെ വോ ആയേ നാ ആയേ മേ ജാഊംഗ. ചാഹെ വോ ആയേ നാ ആയേ, അവൻ വന്നാലും ഇല്ലെങ്കിലും ഞാൻ പോവും. മേ ജാഊംഗ എന്നാണ് വന്നത്. ഒരു മെയിലാണത് പറയുന്നത്. മേ ജാഊംഗ. ഒരു ഫീമെയിൽ ആണെങ്കിൽ മേ ജാഊംഗി. ഓക്കെ, മേ ജാഊംഗ അല്ലെങ്കിൽ മേ ജാഊംഗി. ചാഹെ വോ ആയേ നാ ആയേ, അവൻ വന്നാലും ഇല്ലെങ്കിലും മേ ജാഊംഗ. ഓക്കെ, അവൻ വന്നാലും ഇല്ലെങ്കിലും ഞാൻ പോവും. ചാഹെ വോ ആയേ നാ ആയേ, അവൻ വന്നാലും ഇല്ലെങ്കിലും. ചാഹെ വോ ആയേ നാ ആയേ മേ ജാഊംഗി. അതൊരു സ്ത്രീ പറയുമ്പോൾ പറയണം. എങ്ങനെ പറയും? ചാഹെ വോ ആയേ നാ ആയേ മേ ജാഊംഗി എന്ന് ഒരു സ്ത്രീ പറയണം. പുരുഷൻ പറയുമ്പോൾ ചാഹെ വോ ആയേ നാ ആയേ മേ ജാഊംഗ. അതൊരു മെയിൽ പറയുമ്പോൾ. ഫീമെയിൽ പറയുമ്പോൾ മേ ജാഊംഗി. ക്ലിയർ? ജേസി ആപ്കി മർജി, താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെ താങ്കളുടെ ഇഷ്ടം, താങ്കളുടെ താല്പര്യം എന്നൊക്കെ പറയും. ജേസി ആപ്കി മർജി എന്ന് പറയും. ആപ്കി മർജി മാത്രമേ വരുള്ളൂ. കാരണം എന്താ പറയുക? മർജി എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് ഈ ആപ്കി മർജി എന്ന് പറയുന്നത്. തുമാരി മർജി, തേരി മർജി, മേരി മർജി എന്നൊക്കെ പറയാൻ പാടുള്ളൂ. ഉസ്കി മർജി, അവന്റെ ആഗ്രഹം, അല്ലെങ്കിൽ അവളുടെ ആഗ്രഹം. രണ്ടിനും ഉസ്കി മർജി. ഓക്കെ, മേരി മർജി എന്റെ ആഗ്രഹം, തുമാരി മർജി നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ ആഗ്രഹം, നിങ്ങളുടെ താല്പര്യം. ജേസെ ആപ് കഹെ വൈസെ കറൂങ്ക, താങ്കൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം എന്നാണ്. ജേസെ ആപ് കഹെ വൈസെ കറൂങ്ക, ഇത് മെയിൽ പറയണേ. ഫീമെയിൽ ആകുമ്പോൾ ജേസെ ആപ് കഹെ വൈസെ കറൂങ്കി. ഓക്കെ, നോക്കാം അടുത്തത്. मैं ऑफिस नहीं गया क्योंकि मैं बीमार था. क्योंकि കാരണം, എന്തുകൊണ്ടെന്നാൽ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ मैं ऑफिस नहीं गया, ഞാൻ ഓഫീസിൽ പോയില്ല. क्योंकि मैं बीमार था, എനിക്ക് അസുഖമായിരുന്നു. അസുഖം കാരണം ഞാൻ ഓഫീസിൽ പോയില്ല. ഓക്കെ, मैं ऑफिस नहीं गया क्योंकि मैं बीमार था. ക്ലിയർ? मैं ऑफिस नहीं गई क्योंकि मैं बीमार थी. ഇതൊരു ഫീമെയിൽ പറയുന്നു. मैं ऑफिस नहीं गई क्योंकि मैं बीमार थी. ओके, चूंकि मैं बीमार था मैं नहीं गया. നമുക്ക് ഇങ്ങനെയും പറയാം. चूंकि मैं बीमार था मैं नहीं गया, എനിക്ക് അസുഖമായതിനാൽ ഞാൻ പോയില്ല. चूंकि मैं बीमार थी मैं नहीं गई, അത് ഫീമെയിൽ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്. वही तो वो कह रहा था എന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നെയല്ലേ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. कह रहा था എന്ന് പറഞ്ഞു, അവനാണ് പറയുന്നത്. അപ്പൊ वही तो वो कह रहा था, അത് തന്നെയല്ലേ അവൻ പറയുന്നുണ്ടായിരുന്നത്. वही तो वह कह रही थी, അതന്നല്ലേ അവള് പറയുന്നുണ്ടായിരുന്നു. कह रहा था, कह रही थी, कह रहा था എന്ന് പറയുന്നു, അല്ലെ कह रही थी. ഓക്കെ, ഫുള്ളായിട്ട് പറയില്ല. അപ്പൊ वही तो वो कह रहा था, അത് തന്നെയല്ലേ അവൻ പറഞ്ഞത്. वही तो वो कह रही थी, അത് തന്നെയല്ലേ അവള് പറഞ്ഞത്. मैं तुम्हें जानता तक नहीं हूँ, എനിക്ക് നിങ്ങളെ അറിയ പോലുമില്ല. मैं तुम्हें, എനിക്ക് നിങ്ങളെ जानता तक नहीं हूँ, അറിയ പോലുമില്ല. അപ്പൊ जानता तक ആണ്. അപ്പൊ मैं तुम्हें जानता तक नहीं हूँ എന്താണ്? എനിക്ക് നിങ്ങളെ അറിയ പോലുമില്ല. मैं तुझे जानता तक नहीं हूँ, എനിക്ക് നിന്നെ അറിയ പോലുമില്ല എന്ന് പറയാൻ വേണ്ടിട്ട് നമുക്ക് അങ്ങനെ പറയാം സെന്റൻസുകൾ. ऐसा काम मैं नहीं करता, ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. ऐसा काम मैं नहीं करता. ഒരു ഫീമെയിൽ പറയുമ്പോഴാണ്. ഫീമെയിൽ പറയുമ്പോൾ ऐसा काम मैं नहीं करती, ആ പണി, അതുപോലത്തെ ഇത്തരത്തിലുള്ള പണി ഞാൻ ചെയ്യാറില്ല. ऐसा എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. मैंने उसे कई बार बोला था, ഞാൻ പല പ്രാവശ്യം അവനോട് പറഞ്ഞു. मैंने उसे कई बार बोला था, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. फिर भी वो सो रही है, എന്നിട്ടും എന്താണ്? അവള് ഉറങ്ങുകയാണ്. എന്നിട്ടും फिर भी, എന്നിട്ടും. അപ്പൊ मैंने उसे कई बार बोला था, ഞാൻ പല പ്രാവശ്യം അവളോട് പറഞ്ഞതാണ്. എന്നിട്ടും वो सो रही है, फिर भी वो
സോ രഹി ഹെ ഫിർ ബി എന്ന് പറഞ്ഞാൽ എന്നിട്ടും എന്തായാലും എന്നിരുന്നാലും എന്നൊക്കെ നമുക്ക് പറയാം. മുജെ ഭൂഖ് നഹി ലഗ് രഹി ഥി. ഇത് ശ്രദ്ധിക്കുക, ഇത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ഈ സെന്റൻസിന് മാറ്റം വരത്തില്ല. മുജെ ഭൂഖ് നഹി ലഗ് രഹി ഥി, ഭൂഖ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പം മുജെ ഭൂഖ് നഹി ലഗ് രഹി ഥി ഫിർ ബി मैंने खाया, എന്നിട്ട് ഞാൻ കഴിച്ചു. ഫിർ ബി मैंने खाना खाया, എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. അവിടെ ഒരു റൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ മേനെ റൊട്ടി ഖായി എന്ന് പറയും. അത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും എങ്ങനെ പറയാം? മേനെ റൊട്ടി നെഹി ഖായി, മേനെ റൊട്ടി ഖായി എന്നെ പറയും. മേനെ റൊട്ടി ഖായി, ഞാൻ റൊട്ടി കഴിച്ചു. റൊട്ടി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അത് മെയിൽ പറഞ്ഞാലും ഫീമെയിൽ പറഞ്ഞാലും മേനെ റൊട്ടി ഖായി എന്ന് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ എന്താവും? മുജെ ഭൂഖ് നെഹി ലഗ് രഹി ഥി, എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. ഫിർ ബി മേനെ റൊട്ടി ഖായി, എന്നിട്ടും ഞാൻ റൊട്ടി കഴിച്ചു. അതിപ്പോ ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഈ കോമൺ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, റൊട്ടി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്, ഭൂഖ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പൊ സെന്റൻസുകൾ അങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, മുജെ ഭൂഖ് നെഹി ലഗ് രഹി ഥി ഫിർ ബി മേനെ റൊട്ടി ഖായി, എന്നിട്ട് ഞാൻ റൊട്ടി കഴിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, ജഹാ തക് മൈ ജാൻതാ ഹൂം വോ സഹി ആദ്മി ഹെ, എനിക്ക് അറിയാവുന്നിടത്തോളം അവൻ ശരിയായ ഒരാളാണ്. സഹി ആദ്മി ഹെ, ജഹാ തക് മൈ ജാൻതാ ഹൂം, എനിക്ക് അറിയാവുന്നിടത്തോളം. ഓക്കെ, വോ സഹി ആദ്മി, അവൻ ഒരു നല്ല മനുഷ്യനാണ്, ശരിയായ മനുഷ്യനാണ്. ജഹാ തക് മൈ ജാൻതി ഹൂം, ഇതൊരു സ്ത്രീ പറയുമ്പോൾ, ജഹാ തക് മൈ ജാൻതി ഹൂം വോ സഹി ആദ്മി ഹെ, അവൻ ശരിയായ ആളാണ്. ടീക്ക് ഹെ, വോ സഹി ഔറത്ത് ഹെ, അവൾ ഒരു സ്ത്രീ, നല്ലൊരു സ്ത്രീയാണ്. ഔറത്ത് ഹെ, അപ്പൊ ഔറത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, ആത്മി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എനിക്കറിയാവുന്നിടത്തോളം അവൻ ശരിയായ ആളാണ്, അദ്ദേഹം ശരിയായ ഒരാളാണ്. അപ്പൊ ജഹാ തക് മൈ ജാൻതാ ഹൂം അല്ലെങ്കിൽ ജഹാ തക് മൈ ജാൻതി ഹൂം എന്നൊരു സ്ത്രീ പറയും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറേ സെന്റൻസുകളും പഠിച്ചു അല്ലെ. 40 എന്ന് പറഞ്ഞിട്ട് ഏകദേശം എനിക്ക് തോന്നുന്ന 60 സെന്റൻസുകളും പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പോസ്റ്റ് ചെയ്യുക, വീണ്ടും പോസ്റ്റ് ചെയ്ത് താല്പര്യമുള്ളവർ എന്തായാലും പർച്ചേസ് ചെയ്യുക. ഓക്കെ, വീഡിയോസ് അത്രക്കും ക്വാളിഫൈഡ് പ്രൊഫഷണലി ചെയ്ത ക്ലാസ്സുകളാണ്. ഓക്കെ, കണ്ടവരെന്തായാലും ഇതിന്റെ കമന്റ് ബോക്സിൽ തരണം എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അത് എല്ലാവർക്കും ബൈ.